സ്നേഹമുള്ള എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വീട്ടിലെ അഗ്ലോണിമ വെറൈറ്റിയിലായിട്ടുള്ള ഗാർഡനിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതിൻ്റെ കെയറിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യമായിട്ട് റൂബി റെഡാണ്, അതുപോലെ തന്നെ അഗ്ലോണിമ റെഡ് വാലൻറ്റൈൻ, അഗ്ലോണിമ റെഡ് കിങ്, അല്ലെ റെഡ് പീക്കോക്ക്. ഇത്രയും വെറൈറ്റീസാണ് ഈ റെഡ് ഐറ്റംസിൽ എനിക്കുള്ളത്. നല്ല ബുഷിയായിട്ട് വളർന്ന പ്ലാന്റാണ്. ഞാൻ അതിനെ സെപ്പറേറ്റ് ആയിട്ട് ഓരോ പോട്ടുകളിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും മനോഹരമായിട്ട് ഇത്രയും ഇങ്ങനെ ആക്കാൻ സാധിച്ചത് നമ്മൾ പറയുന്ന പോലെ പെട്ടെന്നുള്ള സാധാരണ കുറച്ച് വളങ്ങളും കാര്യങ്ങളുമാണ്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എല്ലാ അഗ്ലോണിമാസിൻ്റെ പേരെനിക്ക് അറിയത്തില്ല. ഇത് കൂടുതൽ ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് ഇത് കൂടുതൽ കളക്ട് ചെയ്തു. ഇതിൽ നിന്ന് തൈകളൊക്കെ വരുമ്പോൾ എനിക്ക് നല്ല വിലയുള്ളതാണെന്ന് പറഞ്ഞ് 250, 300, 400 ഒക്കെ വിലയുള്ള സാധനമാണ്. പക്ഷേ ഞാനിത് വാങ്ങിച്ച കാലത്ത് 450 രൂപയ്ക്കൊക്കെ കൊടുത്ത് വാങ്ങിച്ചതാണ്. അതുപോലെ തന്നെ നല്ല സിൽവർ ലൈനിലുള്ളതും പലതരത്തിലുള്ള വെറൈറ്റിയുള്ള അഗ്ലോണിമയും ഉണ്ട്. അപ്പോൾ ഇത് ബുഷിയായിട്ട് വളരാനുള്ള എൻ്റെ ടിപ്സ് എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ പോട്ടി മിക്സ് ഉണ്ട്, നമ്മുടെ കുറച്ച് മണ്ണ്, കുറച്ച് ചകിരിച്ചോറ്, നല്ല ഉണക്ക ചാണകപ്പൊടി, ട്രക്കോഡേമ ചേർന്ന ചാണകപ്പൊടി, കുറച്ച് വേപ്പും പിണ്ണാക്കിൻ്റെ പൊടി, ഇത്രയുമാണ് ഞാൻ ആദ്യം അഗ്ലോണിമയുടെ പോട്ടിങ്ങിൻ മിക്സിയിൽ നിറയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് സാഫിൻ്റെ പൊടിയും കൂടെ ചേർക്കും. അപ്പോൾ നമുക്ക് അതിന് വേണ്ട എല്ലാ കാര്യങ്ങളുമായി ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ സാഫ്, അതുപോലെ തന്നെ രോഗാണുക്കളൊന്നും വരാതിരിക്കാനുള്ള വേപ്പും പിണ്ണാക്കിൻ്റെ പൊടി, ചാണകത്തിൻ്റെ പൊടി. അപ്പോൾ ഇത്രയും ഉണ്ടെങ്കിൽ അതിൻ്റെ വളങ്ങളെല്ലാം സേഫായി. കാരണം നമ്മൾ വേറെ അഡീഷണൽ വളം ആഡ് ചെയ്ത് കൊടുത്താൽ എല്ലാം മൂടും പട്ടുപോകും. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അഗ്ലോണിമ പ്ലാന്റ് അങ്ങോട്ട് നട്ട് നമ്മൾ കുറച്ച് സൺലൈറ്റ് കുറവുള്ള ഭാഗത്തോട്ടായിട്ട് ഷെയ്ഡി വെച്ച് അതിനെ വെള്ളം ഒഴിച്ച് വളർത്തുന്നു. എപ്പോഴും മണ്ണിൽ അത് നനവ് എപ്പോഴും കീപ്പായിട്ട് നിലനിർത്തി വെക്കണം. ഓവർ വെള്ളം ആകാനും പാടില്ല. 2 ദിവസം കൂടുമ്പോൾ നനച്ച് കൊടുക്കണം. ഇന്നർ പോട്ടിലൊക്കെ വെച്ചേക്കും, അതിൻ്റെ വെള്ളം എടുത്ത് കളയണം. അങ്ങനെ ചെയ്ത് വരുമ്പം നമ്മുടെ ലീഫിന് ഒരു കുഴപ്പവും വരാതെ വരും. കാരണം അകത്ത് നമ്മൾ വളം ചേർത്തിട്ടാണല്ലോ വെച്ചേക്കുന്നത്. ചിലപ്പം ലീഫിന് എന്തെങ്കിലും കേടുപാടുകളോ അറ്റാക്കോ വരുവാണെങ്കിൽ ഞാൻ മറ്റ് ചെടികൾക്കൊക്കെ ഉപയോഗിക്കുന്ന നീം സ്പ്രേ ഉണ്ട്. അപ്പോൾ അത് ഇതിനോട് ചുമ്മാ വെട്ടൊന്നൊന്ന് സ്പ്രേ ചെയ്ത് പോകും. പിന്നെ അതിന് നമ്മൾ 3 മാസം കൂടുമ്പോൾ 6 മാസം കൂടുമ്പം നമ്മൾ കൊടുക്കേണ്ട വളം, സത്യത്തിൽ ആദ്യമേ ഇത്രയും ടിപ്സൊക്കെ ചേർത്ത് നമ്മൾ നട്ട് കഴിഞ്ഞാൽ നമുക്കൊരു 6 മാസത്തേക്കോ അല്ലെ 1 വർഷത്തേക്കോ വളം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ വീണ്ടും നമുക്ക് വളം ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ സ്ലറി ഉണ്ട്, അതായത് നമ്മുടെ അടുക്കളയിലെ വേസ്റ്റുകളൊക്കെ നമ്മൾ ഇടത്തില്ലേ, അതിലൂടെ നമ്മൾ കഞ്ഞിവെള്ളം ഒഴിക്കും, എല്ലാ വേസ്റ്റും കൂടെ ചേർന്ന് വരുന്ന സ്ലറി. ആ സ്ലറിക്കകത്ത് ഞാൻ കുറച്ച് വേപ്പും പിണ്ണാക്ക് ഇട്ട് വെച്ചേക്കും. അപ്പോൾ അതിനകത്തൊക്കെ മുട്ടത്തോട് പൊടിച്ചതും എല്ലാ ഐറ്റംസും അതിനകത്തുണ്ട്. ആ സ്ലറിയിൽ കുറച്ച് അരിച്ചെടുത്ത് മറ്റ് വൃക്ഷങ്ങൾക്കും ഫ്രൂട്ട്സ് വീഴ്ചതിനും ഒഴിച്ച് കട്ടിയുള്ള ഭാഗങ്ങളൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ അതിൻ്റെ സ്ലറി ഡൈല്യൂട്ട് ചെയ്ത് ഇരട്ടി വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്ത് നമ്മൾ അഗ്ലോണിമാസിന് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാനാണ് അതിനകത്ത് തന്നെ ഞാൻ വേപ്പും പിണ്ണാക്കിൻ്റെ പൊടി കൂടി ഇടുന്നത്. അപ്പം ആ ഒരു സ്ലറി മാത്രം മതി, അത് നല്ല ബുഷായിട്ട് കയറി വരും. പിന്നെ നമ്മൾ ബുഷായിട്ട് കയറി വരുമ്പം അഗ്ലോണിമ വലുതായിട്ട് വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്യണം. അപ്പോൾ കട്ട് ചെയ്യുമ്പം ആ കട്ട് ചെയ്യുന്നതിൻ്റെ ടിപ്സിൽ കുറച്ച് സാഫ് തേച്ച് കൊടുക്കണം. സാഫ് തേച്ച് കൊടുത്തേച്ച് ആ കട്ട് ചെയ്യുന്ന ടിപ്സ് നമ്മൾ ആ പോട്ടിൽ തന്നെ കുത്തി വയ്ക്കണം. അപ്പോൾ ആ കട്ട് ചെയ്തതിൽ നിന്നും മുളകൾ പൊട്ടും, ഈ നട്ടതിൽ നിന്നും മുളകൾ പൊട്ടും. അതുപോലെ തന്നെ നമ്മൾ അതിനകത്ത് പൂക്കൾ വരുമല്ലോ, അപ്പോൾ പൂക്കൾ വരുമ്പോൾ നമ്മളത് നുള്ളി അത് കളയുകയും ചെയ്യണം. ആ പൂക്കൾ വെക്കാൻ അനുവദിക്കില്ല. അപ്പോൾ കൂടുതൽ ബുഷായിട്ട് വളരും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ തൈകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യാം. കുറച്ച് പേരുകളൊക്കെ ഉണ്ട്, നല്ല പേരുകളൊക്കെയാണ്. അഗ്ലോണിമ എമറാൾഡ് ബോയി, സിൽവർ ബോയി, വൈറ്റ് റെയിന്, അതുപോലെ തന്നെ അഗ്ലോണിമ റൈസ് ലീഫ്, ഇതൊക്കെ കുറച്ച് ഞാൻ പേരുകളൊക്കെ യൂട്യൂബ് നോക്കി പഠിച്ചതാണ്. അപ്പം എനിക്ക് കൂടുതൽ നമ്മളിപ്പോൾ യൂട്യൂബിൽ കാണുമ്പോൾ നല്ല അഗ്ലോണിമ വെറൈറ്റീസൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു ഇഷ്ടമാണ്, ഇതൊക്കെ കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട്. പക്ഷേ നമ്മുടെ ബഡ്ജറ്റ് അനുവദിക്കുന്നില്ല. ഇതെല്ലാം ചൈനീസ് എവർഗ്രീൻ പ്ലാന്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഇൻഡോറായിട്ട് വെക്കാം, ഓഫീസുകളിലൊക്കെ വെക്കാം. ലക്കി പ്ലാന്റ് ആണ്, എയർ പ്യൂരിഫയർ ആണ്. ഇതൊക്കെ പലതരം വേരിയേഷനൊക്കെ ഇതിന് ഉണ്ട്. ലൈറ്റിൻ്റെ കളർ അനുസരിച്ച് ചില ഇലയ്ക്കും കൂടുതൽ നമ്മൾ കുറച്ച് കളർ ഉണ്ടാകുന്നതായിട്ട് എൻ്റെ അറിവിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം കുറച്ച് വാങ്ങിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്, പക്ഷേ ഒരു പ്ലാൻ കിട്ടിയാൽ നിങ്ങൾ കെയർ ചെയ്താൽ ഒരുപാട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ലോ ബഡ്ജറ്റിൽ ഇതിനെ കെയർ ചെയ്ത് കൊണ്ടുവരിക. അതിനുള്ള ടിപ്സാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതിനപ്പുറം വേറെ നിങ്ങൾ വളങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. എവിടെയെങ്കിലും ഒരു അഗ്ലോണിമ പ്ലാന്റ് കിട്ടുമെന്ന് വാങ്ങിച്ചു വെക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്
ലൈക്ക് ചെയ്യുക. അടുത്തത് എൻ്റെ കയ്യിലുള്ള കലാത്തിയ, ബിഗോണിയ ഞാൻ എങ്ങനെ വളർത്തിയെന്നുള്ളത് ടിപ്സ് നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരാം. അടുത്ത ആഴ്ച വീഡിയോയിൽ കാണാം.